എന്തൊക്കെയാടോ പ്രതാപായി നടക്കുന്നത്? കൊന്നാലും അവള് തിരിച്ചു വരുമെന്നാ തോന്നുന്നത്. അവള് ആത്മാവ് കയറി നടക്കുന്ന ഒരു പെൺകുട്ടിയാ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവളെ കടലിലോ കൊക്കയിലോ എറിഞ്ഞാലും അവള് കര പറ്റും. അതാ അവസ്ഥ. പിന്നെ താൻ മേഘനെ സാഗരനെയൊക്കെ കുറ്റപ്പെടുത്തുമായിരുന്നല്ലോ. ഇവിടെ താൻ വെച്ചോമാരോ പൈസ വാങ്ങിച്ചിട്ട് അവന്മാര് നെറിയടല്ലേ കാണിച്ചത്? സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൈ കെട്ടിയപ്പോ അവന്മാർക്ക് തോന്നി ഇന്നലെ തന്നെ അവളെ കൊല്ലണ്ടാത്. മറിച്ച് അവന്മാരുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവളെ ഇല്ലാതാക്കിയാൽ മതിയെന്ന് ചിന്തിച്ചു ചെയ്യണം പൊന്നം പുല്ലന്മാര്. അതൊക്കെ അവളുടെ ഭാഗ്യമാടോ പ്രതാപ. ആയുസുള്ളവരെ നടുക്കടലിൽ കൊണ്ട് കെട്ടിത്താഴ്ത്തിയാലും അവര് പൊന്തി വരും. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. കണ്ണനും മഹാലക്ഷ്മിക്കും നമ്മളോടുള്ള വിശ്വാസമൊക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയും ഇതുപോലുള്ള വേലത്തരങ്ങളൊക്കെ കാണിക്കാൻ പറ്റില്ല. മിക്കവാറും ഉടനെ അവൾ അവനെയും കൊണ്ട് ആ തോമസ് വൈദ്യരെടുക്ക പോവെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ കാലിന്റെ വിരൽ അനങ്ങുമെന്ന് നിങ്ങളെന്ന് പറഞ്ഞില്ലേ? അതൊരു ഭയമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുക മാമേട്ടാ. അത് തന്റെ മാത്രമല്ല, എന്റെയും മേഘന്റെയും ഒക്കെ മനസ്സിൽ അങ്ങനെ ഒരു ഭയമുണ്ട്. അതുപോലെ ദുർഗയും ഉണ്ണിയൊക്കെ അങ്ങനെ സംഭവിക്കരുതേ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ തോമസ് വൈദ്യൻ പൂർണ്ണമായും കിടപ്പിലായ രോഗികളെ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ടുള്ള ആളാ. അയാളുടെ ചരിത്രം ഞാനൊന്ന് പഠിച്ചു. അതുകൊണ്ട് നമ്മൾ പേടിക്കണം പ്രതാപ. അന്നത്തെ ആ ആക്സിഡന്റിൽ അവനായിരുന്നെങ്കിൽ ഇന്ന് ഇതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. അത് വഴിമാറിപ്പോയില്ലേ. താൻ പറഞ്ഞതുപോലെ പിശാചി കയറിയ ഒരുത്തി കൂടെ ഉള്ളപ്പോ അവൾ അപകടങ്ങൾ മുൻകൂട്ടി കാണുമായിരിക്കും. എന്നാലും ഞാൻ ആലോചിക്കുന്ന അതൊന്നുമല്ല മാമേട്ടാ. ഈ തടിമാടന്മാരെ പേരുള്ള ഗുണ്ടകളെ തല്ലി ഒതുക്കി അവളെ രക്ഷിച്ചത് ആരായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ തന്നോട്, കണ്ണന്റെ ബുദ്ധി നമുക്ക് മുകളില. അവനിനി തന്റെ വീട്ടിലേക്ക് വിട്ട മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന് കരുതി ആരെങ്കിലും പിന്നാലെ വിട്ടു കാണും. അങ്ങനെയാണെങ്കിൽ അവളെ പിടിച്ചോണ്ട് പോയപ്പോ തന്നെ അവൻ തടുക്കില്ലായിരുന്നു. ഇത് അവളെ ഇറങ്ങി ഓടിയപ്പോ പിന്തുടർന്നു പോയ ഗുണ്ടകൾക്ക് മുന്നിലേക്ക് ഒരുത്തൻ ചാടി വീഴുമായിരുന്നു. അവനിനി ആരാണെന്തോ. എടോ, ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കണ്ണനേക്കാൾ ഭയക്കേണ്ടത് മഹാലക്ഷ്മിയാണ്. കാരണം അവൾ ഒരു പെൺകുട്ടിയാണെങ്കിലും അവളുടെ ചുറ്റിലും ഒരു സംരക്ഷണ വലയമുണ്ട്. അതത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളാൻ പറ്റില്ല. ഈ സംഭവത്തിന് ശേഷം എന്റെ മോളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഞാൻ മുമ്പ് കണ്ണനും കണ്ണന്റെ അച്ഛനും സഞ്ചരിച്ചിരുന്ന ബൈക്കില് ലോറി കൊണ്ടുപോയി തടിച്ചതൊക്കെ മഹാലക്ഷ്മിക്ക് പറയാം. അതൊക്കെ ഞാൻ വാമേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ അവൾ കുത്തിപ്പൊക്കിയ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് അവളുടെ മുമ്പിൽ പോയി ഭീഷണിയൊന്നും പറ്റില്ല. മറ്റെന്തെങ്കിലും മാർഗം നമ്മൾ കണ്ടുപിടിക്കണം വാമേട്ടാ. ഇനിയിപ്പോ ഏതെങ്കിലും മന്ത്രവാദികളെ കൊണ്ട് മാത്രമേ അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ.